ദേവമാളെ അറിഞ്ഞോ? നമ്മുടെ വിശാലാമാളില്ലയാ പോയി. രാത്രിയായിരുന്നു. ഇന്നലെ കോവിലിൽ പോയി വന്ന് കിടന്നതാ. രാവിലെ ഇളയ കൊച്ചൊന്ന് വിളിച്ചപ്പോഴാ സംഗതി മനസ്സിലായത്. വിശാലാമാളുടെ കാറ്റ് പോയാച്ചെന്ന്. അപ്പോ വിശാലാമാളും അങ്ങനെ പോയി. ആ മദ്രാസിന്ന് ഇളയ മകനൊക്കെ വരണൂന്ന് ദേവമ്മ. എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന്. വണക്കം. അന്നേ വിശാലമ്മാള് മദ്രാശിയിലേക്ക് ചെക്കൻ്റെ കൂടെ പോയിരുന്നെങ്കിലേ കുറെ കാലം കൂടി ജീവിച്ചിരിക്കാമായിരുന്നു. അതെങ്ങനെ സമയമാകുമ്പോൾ പോയല്ലേ പറ്റൂ. ആ ദേവമ്മ, നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാർ വന്നിട്ടുണ്ടല്ലോ, ഒരു പട്ടരും കുട്ടിയും. പട്ടൊരു കുട്ടിയോ? ഓ തന്നെ, ഒരു പട്ടരും ഒരു കുട്ടിയും. അവര് പക്ഷെ നമ്മുടെ നാട്ടിലെ ഭാഷയൊന്നുമല്ല ദേവമ്മ സംസാരിക്കുന്നത്. വല്ല നാടോടികളുമായിരിക്കും. ആമാ. സുബ്രു, നീ കൊഞ്ചം വെളിയിൽ പോ. എനിക്ക് അമ്മാവ് കിട്ടി കൊഞ്ചം രഹസ്യം പേശണം. ആ അമ്മാളെ, ഞാനേ വിശാലമ്മളുടെ വീട്ടിൽ എന്നെ വിശേഷം പാത്തിട്ട് വരാം. ദേവമ്മ, ഇനി അധികം സമയം കളയണ്ട. നമുക്കൊരു വിൽപത്രം എഴുതി തയ്യാറാക്കണം. കാലശേഷം ഈ സ്വത്തും വകകളുമെല്ലാം അന്യാധീനപ്പെടണ്ടല്ലോ. சௌக்கியமா? நீ இங்கே? நான் இங்கதான் இருக்கு. நீ ஓ, குழந்தை? இது காஞ்சனா பாட்டி. காஞ்சனா, அப்புறமா வரேன். காஞ்சனா, காஞ்சனா, காஞ்சனா. ദേവമാളെ, சாப்பிடு சாப்பிடு. பாட்டி செஞ்சது தான். எப்படி? நல்லா இருக்கா? இஷ்டாய? அப்பா பாயசம் வேணுமா? വേണ്ടമ്മാ. എന്റെ ഗൗരി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലൊരു പേരക്കുട്ടിയെ കണ്ടനെ. അതിനെന്താ, ഇവളുണ്ടല്ലോ ഇല്ലേ? ചിലപ്പോഴൊക്കെ ചിലത് പകരം വയ്ക്കാൻ
ഭഗവാൻ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പറഞ്ഞതിൽ സത്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൽപ്പാത്തിയിൽ ഞാൻ വീണ്ടും തിരിച്ചു വന്നത്. കാശിയിൽ പാതി കൽപ്പാത്തി കണ്ടുമുട്ടണമെന്നുള്ളത് വിധി. സ്വാമി, എന്താ മോളെ ഒരാലോചന? കൽപ്പാത്തിയിലിരുന്ന് കാശി വരേക്കും എവ്വളോ ദൂരം വരും? ரொம்ப ദൂരമാ. അമ്മാളൊന്ന് അറിഞ്ഞു മനസ്സ് വെച്ച കാശിയിലേക്ക് ഒരു ചുവട് മാത്രം. ജന്മാന്തരങ്ങൾക്കപ്പുറമുള്ള കർമ്മദോഷങ്ങളുടെ പോലും പാപഭാരമകറ്റുന്ന പുണ്യഭൂമിയാണ് കാശി. ഗംഗയൊന്ന് തൊട്ടറിയാൻ അമ്മാളെ തയ്യാറായിക്കാം. വരൂ, ദൂരമേറെയില്ല. വാങ്ങോ. കൽപ്പാത്തി രഥോത്സവത്തിന് ഇനി കൃത്യമായി പറഞ്ഞ 7 നാൾ കൂടിയുള്ളൂ. പുരിയിലെ തേരോട്ടം ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 2-ാം നാളാണ്. ജഗന്നാഥ പെരുമാളിന് തേരോട്ടം. അത് കഴിഞ്ഞ് രഥങ്ങളുടെ ഒരു തിരിച്ചുപോക്കുണ്ട്. ബഹൂത ജാത്ര. കാണേണ്ട കാഴ്ചയത്. ഏവം സാങ്കല്പ്യ ദേവാഞ്ചരഥപൂർവാം ക്രമാദജേത്. രഥം അതെല്ലാ ദൈവങ്ങളെയും ശിവസ്വരൂപമായും വിഷ്ണു സ്വരൂപമായും പ്രതിബിംബിക്കുന്നു. ചക്രങ്ങൾ സൂര്യചന്ദ്രന്മാരും രഥത്തിൽ കുടികൊള്ളുന്നത് മറ്റെല്ലാ ദേവന്മാരുമാണ്. രഥത്തെ നയിക്കുന്ന കുതിരകൾ 4 വേദത്തെ കുറിക്കുന്നു. ബ്രഹ്മദേവനാണ് ഈ രഥത്തെ നയിക്കുന്നത്. രഥത്തെ കയറുകൊണ്ടെടുക്കുന്ന ഭക്തജനങ്ങളുടെ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ ദുഷ്കർമ്മങ്ങൾക്കും ദൈവം പരിഹാരം നൽകുന്നു. മാത്രമല്ല അവർക്ക് പൂർണ്ണ അനുഗ്രഹവും ലഭിക്കുന്നു. പണ്ട് ചെറുപ്പകാലത്ത് അപ്പാ കൂടെ ഞാനും കൽപ്പാത്തി വന്നിട്ടുണ്ട് കച്ചേരിക്ക്. പാട്ടുകാരനല്ലേ? ഏയ്, അതൊക്കെ ഒരു ഭാഗ്യല്ലേ. പാട്ടിന് മറ്റെന്തൊക്കെയോ കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുമുണ്ട്, ചിലതൊക്കെ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഹരി,